അതേസമയം കെ.സി. വേണുഗോപാലിന്റെ വീട്ടിൽ ഇപ്പോഴും നേതാക്കൾ തുടരുകയാണ്. പ്രത്യേക ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. ഇവിടെ ചർച്ചകളൊന്നുമില്ല. അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കും. എല്ലാം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ പൂർത്തിയായിരിക്കും. വിശദാംശങ്ങളുമായി കെ.സി. വേണുഗോപാലിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് ജിബിൻ ജെബി ഉണ്ട്. ജിബിൻ, ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് അടൂർ പ്രകാശ് പറയുമ്പോഴും അങ്ങോട്ടേക്ക് എത്തിയത് രമേശ് ചെന്നിത്തല പക്ഷക്കാർ, പഴയ എ ഗ്രൂപ്പ് നേതാക്കളൊക്കെയാണ്. കെ.സി. വേണുഗോപാൽ എങ്ങനെയാകും മന്ത്രിസഭയിൽ പിടിമുറുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പോൾ നിർണായക ചർച്ചകൾ അവിടെയും തുടരുകയാണോ? അനുജ തന്നെയാണ്. കാരണം ഇവിടെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് യു.ഡി.എഫിന്റെ കൺവീനർ പറയുമ്പോഴും നമ്മൾ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരുന്ന സാഹചര്യം അതല്ല. കാരണം യു.ഡി.എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഘടകകക്ഷി നേതാക്കൾ, അതുപോലെ യു.ഡി.എഫിന്റെ എം.എൽ.എമാർ, എം.പിമാർ, അങ്ങനെ എല്ലാവരും കെ.സി. വേണുഗോപാലിന്റെ ഈ നാലാഞ്ചിറയിലുള്ള വസതിയിലേക്ക് രാവിലെ മുതൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ജബി മേത്തർ ഉൾപ്പെടെയുള്ള നേതാക്കൾ അകത്ത് തന്നെയുണ്ട്. അവർ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും കെ.സി. വേണുഗോപാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. രാവിലെ മുതൽ വരുന്ന നേതാക്കളെല്ലാം അദ്ദേഹത്തെ അകത്ത് കയറിയാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ അദ്ദേഹം കെ.സി. വേണുഗോപാൽ ഇവിടെ നിന്ന് രമേശ് ചെന്നിത്തലയെ കാണുന്നതിനുവേണ്ടി, ഒരു അന്യ നീക്കവുമായി രമേശ് ചെന്നിത്തലയെ കാണുന്നതിന് വേണ്ടി രമേശ് ചെന്നിത്തലയിലെ വീട്ടിലേക്ക് പോകുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അദ്ദേഹം നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ചെന്നിത്തലയെ കാണാൻ പോകുന്നില്ല. അദ്ദേഹം തിരികെ ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ആലപ്പുഴയ്ക്ക് പോകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ ചർച്ചയിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന, അല്ലെങ്കിൽ നിർണായക നീക്കൽ നടത്തുന്നത് അത് കെ.സി. വേണുഗോപാലിന്റെ പക്ഷത്തു നിന്ന് തന്നെയാണ്. കാരണം ഹൈക്കമാൻഡിൽ ഉള്ള അദ്ദേഹത്തിന്റെ പിടിപാട് തന്നെയാണ് അതിന് കാരണം. അതുമാത്രമല്ല, ഏറ്റവും അധികം എം.എൽ.എമാരുടെ പിന്തുണ ഉണ്ടായിരുന്നത് കെ.സി. വേണുഗോപാലിന് തന്നെയാണ്. അത് എ.ഐ.സി.സി നേതൃത്വം, പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷി പോലെയുള്ള മുതിർന്ന നേതാക്കൾ അത് തുറന്നു പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിർണായക പങ്കുണ്ടാകും. ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് 6 മന്ത്രിമാരെ വരെ വേണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനിടയിലാണ് രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പിൽ നിന്നും പഴയ എ ഗ്രൂപ്പ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ കെ.സി. വേണുഗോപാലിനെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത്. അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് യു.ഡി.എഫിന്റെ കൺവീനർ ഉൾപ്പെടെയുള്ളവർ മടങ്ങുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ നമുക്ക് നിർണായകമായ പ്രതികരണങ്ങളൊക്കെ നൽകിയത് ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ, എം കെ രാഘവൻ, ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള എം.പിമാരൊക്കെ വലിയ രീതിയിൽ കെ.സിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്തു. അതായത് അദ്ദേഹത്തെ പിച്ച് ചീന്തിയവർ പാർട്ടിക്ക് ഉള്ളിൽ നിന്നാണോ എന്നുള്ള കാര്യം ഇപ്പോൾ പറയുന്നില്ല, അത് പാർട്ടി തന്നെ അന്വേഷിക്കട്ടെ എന്നുള്ള കാര്യമാണ് എം കെ രാഘവൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. കരുണാകരനെ പോലെ ഏറ്റവും അധികം സ്വാധീനമുള്ള, കരുണാകരനേക്കാളും കൂടുതൽ സ്വാധീനമുള്ള എം.എൽ.എമാരുടെ കൂടുതൽ പിന്തുണയുള്ള അങ്ങനെ ഒരാളാണ് ആർ.സി. അദ്ദേഹത്തോട് സൗഹൃദമായ സംഭാഷണത്തിൽ എത്തിയെന്നാണ് ആന്റോ ആന്റണി എം.പി പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കൃത്യമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നിർണായകമായ ചർച്ചകളാണ്, നിർണായകമായ നീക്കങ്ങളാണ് കെ.സി. വേണുഗോപാലിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അനുജ. ശരി, ജിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ നിർണായകമായ ചർച്ച കെ.സി. വേണുഗോപാലിന്റെ വീട്ടിലാണ് ഈ നിർണായകമായ ചർച്ച നടക്കുന്നത്. അവിടെ കെ.സി. ആർ.സി. വിഭാഗക്കാർ, ഒപ്പം എ ഗ്രൂപ്പ് എന്നിവരെല്ലാം ചേർന്നിട്ടുള്ള ചർച്ച. അപ്പോൾ അതായത് വി.ഡി. സതീശൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഈ മന്ത്രിസഭയിൽ ആരൊക്കെ വരണം എന്നതിനെ സംബന്ധിച്ചുള്ള നിർണായകമായ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് മന്ത്രിസ്ഥാനമോ, അതായത് മുഖ്യമന്ത്രി സ്ഥാനമോ ലഭിച്ചില്ല. അപ്പോൾ കൃത്യമായ പ്രാതിനിധ്യം ഈ മന്ത്രിസഭയിൽ ഉറപ്പിക്കുക എന്നുള്ള ആ നിലയിലേക്ക് നേതാക്കൾ എത്തുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.